ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാം എന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ജീവിതത്തിൽ നമുക്ക് വിശ്വാസമെന്നത് ഒട്ടും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. ഒന്നാമതായി നമ്മൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. 2 അവനവനിൽ വിശ്വാസമുള്ളവരായിരിക്കണം. 3 മറ്റുള്ളവരിൽ വിശ്വാസമുള്ളവരായിരിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ജയത്തിലെത്തും എന്ന വിശ്വാസവും ഉറപ്പുമുള്ളവരായിരിക്കണം. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ സംശയമാണ് പൊങ്ങി വരുന്നത്. എന്നെ കൊണ്ടതിന് കഴിയില്ല, എന്നെ കൊണ്ടതിന് കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും സംശയങ്ങളും കൂടിക്കുഴഞ്ഞ് നമ്മെ ഒരു വല്ലാത്ത പരുവത്തിലാക്കിയിരിക്കുകയാണിപ്പോൾ. അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ സ്വയം ചെയ്യുവാൻ ദൈവം ഏൽപ്പിച്ചു തന്ന ചില കാര്യങ്ങൾ വിശ്വാസത്തോടെ പിന്നെയും നിങ്ങൾ മുന്നോട്ട് പോകുമെങ്കിൽ ദൈവത്തിന് നിങ്ങളെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയും. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം വായിക്കട്ടെ. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞു. യേശു കർത്താവിൻ്റെ ഐഹിക ജീവിതകാലത്തിൽ തന്നോടൊപ്പം സന്തത സഹചാരികളായി 12 ശിഷ്യന്മാർ ഉണ്ടായിരുന്നുവെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അവർ ഏതെങ്കിലും നിലയിൽ വാസ്തവത്തിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നവരല്ല. ആരുടെയെങ്കിലും ശുപാർശ അനുസരിച്ച് കർത്താവിൻ്റെ അടുക്കൽ എത്തിയവരുമല്ല. യേശു താൻ അവരെ നേരിട്ട് തിരഞ്ഞെടുത്തതാണെന്നാണ് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നതിനേക്കാൾ മഹാഭാഗ്യം എന്താണുള്ളത്? തൻ്റെ സ്വർഗാരോഹണശേഷം ഇവർ 12 പേരും താൻ പഠിപ്പിച്ചത് ലോകത്തെ പഠിപ്പിക്കണമെന്നും കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കണം എന്നുമായിരുന്നു വാസ്തവത്തിൽ ദൈവിക പദ്ധതി. എനിക്ക് പറയാം, ഇവർ യേശുവിനോടുകൂടെ സഞ്ചരിക്കുന്ന നാളുകളൊന്നിൽ ഇവരിലൂടെ തന്നെ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ കർത്താവ് കൊടുത്ത ഒരു അവസരമായിരുന്നു നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലം. കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ കേൾക്കുവാൻ ആയിരങ്ങൾ എപ്പോഴും തന്നെ പിൻപറ്റുമായിരുന്നുവെന്നത് വാസ്തവമായ കാര്യമാണ്. പുരുഷാരത്തിൻ്റെ എണ്ണം അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നേരം വൈകാറായി. ശിഷ്യന്മാർ തന്നെ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നത്, കർത്താവെ, നേരം വൈകാറായി, ഇവരെ പറഞ്ഞയക്കണം. അവർ ഗ്രാമങ്ങളിലോ പട്ടണങ്ങളിലോ എവിടെങ്കിലും പോയി ഭക്ഷണം കൊള്ളട്ടെ. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരോടുമായി എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഏറ്റവും അതിപ്രധാനമായ ഒരു കാര്യമാണ്. അതായത്, നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നതാണ് നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പരാജയം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങളെ ഏതെങ്കിലും ഒരു ദൗത്യത്തിനായി ദൈവം പറഞ്ഞയച്ചിട്ട്, കർത്താവ് പറഞ്ഞയച്ചിട്ട് അവിടെ നിങ്ങൾ നാണം കെടുന്നത് കാണാനല്ല കർത്താവ് പറഞ്ഞയക്കുന്നത്. നിങ്ങളെ കൊണ്ടത് കഴിയുമെന്ന് ബോധ്യം ദൈവത്തിനുള്ളത് കൊണ്ട്, കർത്താവിന് ഉള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഇത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. പലരുടെയും ചിന്ത, ഞാൻ വിചാരിച്ചാൽ എന്നാ നടക്കാനാ, എൻ്റെ കഴിവ് എനിക്കറിയാം, എൻ്റെ വിദ്യാഭ്യാസം എനിക്കറിയാം, എൻ്റെ യോഗ്യതകൾ എനിക്കറിയാം, ആ അറിവ് നല്ലത് തന്നെയാണ്. പക്ഷേ ദൈവം എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ അറിവോ നിങ്ങളുടെ പരിചയമോ ഒന്നും നിരത്തി കാണിക്കരുത്. പിതാക്കന്മാരായ അനേകരെ, പ്രവാചകന്മാരായ അനേകരെ ദൈവം തിരഞ്ഞെടുത്ത് അയക്കാൻ തുടങ്ങും മുമ്പ് അവർ ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച അവരുടെ ചില ഒഴികഴിവുകളുണ്ട്. ഒന്നാമത്തെ ഉദാഹരണം മോശയെ തന്നെ എടുക്കാം. ദൗത്യം ഏൽപ്പിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മോശ തൻ്റെ കുറവുകൾ നിരത്താൻ തുടങ്ങി, ദൈവത്തിൻ്റെ സർവശക്തി കാണാതെ. സർവശക്തനായ ദൈവത്തെ തിരിച്ചറിയാത്തപ്പോഴാണ് നമ്മുടെ കുറവുകൾ വിളിച്ചു പറയാൻ തുടങ്ങുന്നത്. അല്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ദൈവത്തിൻ്റെ സർവശക്തിയുടെ മുമ്പിൽ നമ്മുടെ കുറവുകൾ കാണാനേ പോവില്ല. ദൈവം തമ്പുരാൻ വെച്ച് നീട്ടുന്ന അവസരങ്ങളെ നിങ്ങൾ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് തട്ടിത്തെറിപ്പിക്കരുത്. ദൈവത്തിന് എന്തെങ്കിലും തെറ്റുപറ്റുമെന്ന് ആരും വിചാരിക്കണ്ട. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. മോശ ദൈവത്തോട് പറയുന്നത്, എനിക്ക് സംസാരിക്കാൻ കഴിവില്ല, വിക്കനാണ്, ഞാൻ വേറൊരാളെ ചൂണ്ടിക്കാണിച്ചു തരാം, എൻ്റെ സഹോദരൻ അഹരോൻ, അവൻ നല്ലോണം സംസാരിക്കും. വേണ്ട മോശേ, നീ ദൈവത്തെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കണ്ട, ആരെയും നീ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കണ്ട. അത്ഭുതത്തിന് വേണ്ടി നിന്നെ ദൈവം വിളിച്ചതിൻ്റെ പദ്ധതി, ഉദ്ദേശം നിന്നോട് വെളിപ്പെടുത്തുമ്പോൾ സമ്മതിക്കുക മാത്രം ചെയ്യുക, ദൈവസന്നിധിയിൽ സമർപ്പിക്കുക മാത്രം ചെയ്യുക.
വൻ കാര്യങ്ങൾ ദൈവത്തിന് നിന്നെ കൊണ്ട് ചെയ്തിരിക്കാനുണ്ട്. ഇവിടെ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത് നിങ്ങൾ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. അപ്പോൾ അവരെല്ലാവരും ചേർന്ന് പറയുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ കൊടുക്കാൻ കഴിയാതിരിക്കത്തക്കമുള്ള എന്തെല്ലാം സാഹചര്യങ്ങളുണ്ട് അതൊക്കെ നിരത്തുകയാണ് അവർ ചെയ്യുന്നത്. നമ്മളും പലപ്പോഴും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ദൈവത്തിൻ്റെ സർവശക്തിയെയും ദൈവം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കാനുള്ള സാധ്യതയെയും തള്ളിക്കളയരുത്. വിശ്വാസത്തിൻ്റെ ഉറച്ച ചുവടുകൾ, കറാത്ത ചുവടുകൾ, ദൃഢനിശ്ചയത്തിൻ്റെ ചുവടുകൾ, അതായിരിക്കട്ടെ നമ്മുടെ തീരുമാനം. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിത്തരുന്ന എല്ലാ അവസരങ്ങളും ഏറ്റെടുത്ത് അങ്ങയുടെ ഇഷ്ടം നിവർത്തിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.